Hello, hi. Hi. Hello. Okay, live ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫ്ലോ വരട്ടെ. മാൻവിക് ഹായ്. മനീഷ് ഫാൻസ് ഹായ്. പ്രശോഭ് ഹായ്. ഹായ് ചേച്ചി. അബി ഹായ്. അബി എൻ്റെ സ്കൈകോഡ് മ്യൂസിക് പ്രൊഡക്ഷൻ ഹായ്. സുനിൽ ജോയിൽ ഹായ്. Hello to everyone. Big fan Manish and Sharne Chechi. Nikhil Nair, hello ji. Hi. എല്ലാവർക്കും ഹായ്. ലിൻറ്റോ ഹായ്. എനിക്ക് വേർ ആർ യു എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കൊച്ചിയിലാണ്. എനിക്ക് ഇവിടെ ഇന്ന് എൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. സോ ഇൻ ബിറ്റ്വീൻ ഐ ഫെൽ ടു ടോക്ക് ടു യു. കുറേ ടൈം തൊട്ടിട്ട് ഐ വാസ് ലിറ്ററലി പ്ലാനിങ്. ഇപ്പം പോവാം പിന്നെ അതിങ്ങനെ മാറി പോകുന്നുണ്ടായിരുന്നു. സോ ഇന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ ലൈവ് പോവാം. ബിക്കോസ് എനിക്ക് ഒരു ബ്രേക്ക് കുറച്ച് കിട്ടി. സോ അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതാ ലൈവ് പോയേക്കാന്ന് പറഞ്ഞിട്ട്. സോ മനീഷ് ഏട്ടാ ഹായ്. ബിഗ് ബോസ് യെസ് ഹായ്. സോ അപ്പൊ കുറെ പേര് ലൈവായി വരുന്നുണ്ട്. കുറെ പേര് ഇനിയും കണക്റ്റ് ആവും. സോ ഭയങ്കര സന്തോഷം എനിക്ക്. എല്ലാവരും കണക്റ്റഡ് ആവുന്നു. യുനോ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ആണ് ഒരു ലൈവ് പോയിരുന്നത്. അത് കഴിഞ്ഞ ശേഷം കുറേ ടൈമായി ഞാൻ കുറച്ച് കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. സോ അത് കാരണമാണ് എനിക്ക് ലൈവ് പോകാൻ പറ്റാഞ്ഞത്. ആൻഡ് എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഷനേച്ചി ലൈവ് വരണം, ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തതാണ്, ബിഗ് ബോസിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് ഷർണ ചേച്ചിനെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് വന്നു. അതെല്ലാം എൻ്റെ മാനേജർ അതെല്ലാം എനിക്ക് മാറ്റി എല്ലാം പ്രത്യേകം കാണിച്ചു തന്നു. അതെല്ലാം കൺക്ലൂഷൻ ആയിട്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് പ്രോജക്ട്സ് കാര്യങ്ങളുമായിട്ട് എൻഗേജ് ആയി പോയോണ്ട് മാത്രമാണ് എന്നെ ഒന്ന് കിട്ടാഞ്ഞത്. പിന്നെ ബിഗ് ബോസിൽ നിന്ന് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എൻ്റെ മീ ടൈം കുറച്ചെടുത്തു. സോ അതൊക്കെ കാരണമാണ് കേട്ടോ കുറച്ച് നാള് ഇങ്ങനെ വലിയായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയായിട്ട് വരാതെ ഇരുന്നത്. സോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിന് കാരണമുണ്ട്. ഇന്ന് വീഡിയോ എടുക്കുന്നത് ഒരു എന്താ പറയാ, എൻ്റെ ഹാർട്ടിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ അതുപോലെ തന്നെ മനീഷ് ഏട്ടനും ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു ഡ്രീമായിരുന്നു ഞങ്ങളുടെ സ്കൈകോഡ് മ്യൂസിക് എന്ന് പറഞ്ഞ റെക്കോർഡ് ലേബൽ. സോ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് ഓൾറെഡി അതിൻ്റെയൊക്കെ പ്ലാനിങ് ഒക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീം ഓൾറെഡി എല്ലാം സെറ്റായിരുന്നു. ഇത് എനിക്ക് അറിയണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്തായിരുന്നു. സോ അങ്ങനെ നമ്മളുടെ പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ സ്കൈകോഡ് പ്രൊഡക്ഷൻ തുടങ്ങാം, അതുപോലെ തന്നെ സ്കൈകോഡ് മ്യൂസിക് ലേബൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് തീരുമാനമുണ്ടായത്. പുറത്ത് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ പുറകെയായിരുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് എടുത്തതാണ് പ്രിയതമ സോങ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ വീഡിയോയിൽ എന്താ വന്നതെന്ന്. സോ പ്രിയതമ സോങ് നമ്മൾ മനീഷേട്ടൻ്റെ വേർഡായിരുന്നു പ്രിയതമ. അങ്ങനെ പ്രിയതമ സോങ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. മുരളീകൃഷ്ണയാണ് ഡയറക്ടർ. സോ സോങ് ഡെവലപ്പ് ചെയ്തു. വിനു ഡയറക്ടർ. അപ്പം നമ്മളെല്ലാവരും കൂടി ഡിസിഷൻസ് എടുത്തു. ജിമോൻ ചേട്ടനും റാഫിലേട്ടനും ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് എന്തായാലും ഇനി നമുക്ക് പ്രിയതമ സോങ് എടുക്കാം
സോ പ്രിയതമ സോങ് എടുക്കുമ്പോൾ നമ്മൾക്ക് വന്നത് ആരെ എടുക്കണം എന്നുള്ളത്. സോ അങ്ങനെയാണ് അർജുൻ ശ്രീതുവിന് ആ സോങ് ഭയങ്കര സൂട്ടബിൾ ആണെന്ന് തോന്നി. അവര് നല്ലൊരു ട്രെൻഡിങ് ഒരു ഫാക്ടർ ആണെന്നും തോന്നി. അത് മാത്രമല്ല അവർക്ക് ചേരുന്ന ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു പ്രിയതമ. അങ്ങനെ എൻ്റെ സ്കൈകോഡ് മ്യൂസിക് ലേബലിന്റെ ഫസ്റ്റ് സോങ് പ്രിയതമ റിലീസായി കഴിഞ്ഞ ശേഷം നിങ്ങൾ തന്ന എല്ലാവരുടെ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം എനിക്ക് എന്താ പറയാന്ന് വെച്ചാൽ സോങ് റിലീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോൺ മൊത്തം ഹാങ് ആയി, കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹാങ് ആയി. ആൻഡ് ഞാൻ എന്താ പറ്റിയ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് എന്തിയെ ചേച്ചി, വി ആർ വെയിറ്റിംഗ് വി ഓൾ ആർ വെയിറ്റിംഗ്, വേഗം വിടൂ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്രീതുടെയും അർജുൻ്റെയും കുറേ ഫാൻസ്, സച്ച് ജെന്വിൻ ഫാൻസ്, ചക്കരം മൊത്തം എല്ലാവർക്കും അടിപൊളിയാ അവരുടെ ഫാൻസ്. അതുപോലെ തന്നെ എൻ്റെ കുറെ പിള്ളേർ എന്തി ഷർണേജി അങ്ങനെയൊക്കെ പറഞ്ഞു. മനീഷേട്ടന് ഇൻഡിവിജ്വലി മെസ്സേജസ് വരുന്നു. അങ്ങനെ നമ്മൾ ഔട്ട് ചെയ്തു. ഭയങ്കര ടെൻഷനായിട്ടായിരുന്നു നമ്മൾ ഔട്ട് ചെയ്തത്. പക്ഷേ ടീസർ ഔട്ട് ചെയ്തത്, പിന്നെ നമ്മൾ സോങ് ലുല്ലു ലോഞ്ചിലാണ് നമ്മൾ ഔട്ട് ചെയ്തത്. സോ അതിൻ്റെ ഫീഡ്ബാക്ക് 70 മില്യൺ അക്രോസ് ഇന്റർനെറ്റ് ആണ് നമുക്ക് അതിൻ്റെ ഒരു റീച്ച് കിട്ടിയത്. സോ അത് എനിക്ക് വാക്കുകളില്ല. എനിക്കും പേഴ്സണലി മനീഷേട്ടനും വാക്കുകളില്ല. 100,000 നന്ദി ടു ഈച്ച് ആൻഡ് എവ്രി വൺ. എൻ്റെ ഫാൻസ്, മനീഷേട്ടൻ്റെ ഫാൻസ്, അർജുൻ ശ്രീതുയുടെ ഫാൻസ്, ഞങ്ങളുടെ പ്രോജക്റ്റ് പ്രിയതമേൻ്റെ ഫാൻസ്, വിനീത് ശ്രീനിവാസൻ ചേട്ടനെ വെച്ച് നമ്മൾ ആ പാട്ട് പാടിയത്. അദ്ദേഹത്തിന്റെ 101% ആ പാട്ടിന് തന്നിട്ടുണ്ട്. പറയേണ്ട ആവശ്യമില്ല, ഹീസ് ലെജൻഡ്. വിനീതേട്ടന്റെ ഫാൻസിനും വിനീതേട്ടനും താങ്ക്സ്. പിന്നെ ലിറിക്സ് ഭയങ്കര ഫാക്ടറാണ്. ഹരിചേട്ടന് താങ്ക്സ്. അങ്ങനെ എല്ലാം ഞങ്ങളുടെ എൻറ്റയർ ടീമിന് താങ്ക്സ്. അതൊരു സക്സസ്ഫുൾ ആവാൻ തന്നെ കാരണം നിങ്ങളൊക്കെയാണ്. സോ ജെന്വിൻലി എനിക്കത് പറയണം, എനിക്കത് എന്തായാലും പറയണം. കാരണം എനിക്ക് ശ്രീതു അർജുൻ്റെ ഫാൻസും എൻ്റെ ഫാൻസും ഒക്കെ പിള്ളേരിങ്ങനെ മെസ്സേജ് അയക്കുന്നല്ലാണ്ട് പലവരെയും നമുക്ക് അറിയില്ല. അവരെ മെസ്സേജിലൂടെ മാത്രമേ നമുക്ക് കണക്റ്റ് ആവുന്നുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ജെന്വിനിറ്റി ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഈ ലൈവ് വരാനായിട്ട് തന്നത്. ഇപ്പം സന്തോഷമുണ്ട്, നമ്മളുടെ സ്കൈകോഡ് പേജിൽ, പ്രൊഡക്ഷൻ പേജിൽ മറ്റേ സ്കൈകോഡ് മ്യൂസിക് നമ്മളുടെ സോങ്ങിന് ഇപ്പോൾ 2 മില്യൺ റീച്ച് ആവാറായി. അപ്പം വിത്തിൻ മന്തിലാണ് ഈ ഒരു അച്ചീവ്മെന്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ സ്നേഹം തന്ന പോലെ ഇനിയും അങ്ങോട്ട് സ്കൈകോഡിനും ശരണിക്കും മനീഷിനും ഞങ്ങളുടെ ടീമിനും ഇനിയും സ്നേഹം തരണം. ഞങ്ങൾ നല്ല നല്ല പ്രോജക്ട്സ്, നല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. എൻ്റെ കൂടെ കണക്റ്റ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പം ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു ഫോർ ബിഗ് ബോസ് വോട്ട്. താങ്ക് യു ഫോർ ദ ലവ്. താങ്ക് യു ഫോർ പ്രിയതമ. എൻ്റെ ലൈഫത്തെ എല്ലാ കാര്യങ്ങൾക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. സോ എൻ്റെ എല്ലാം ഇൻസ്റ്റാ ഫാമിലി, ഫേസ്ബുക്ക് ഫാം, എല്ലാവർക്കും ലോട്ട്സ് ഓഫ് ലവ്. ഇത് പറയാനായിരുന്നു ഞാൻ വിളിച്ചത്. സോ നമുക്ക് കുറച്ച് കമൻസ് കാര്യങ്ങളൊക്കെ വായിക്കാം. ഓക്കെ, കുറേ മെസ്സേജ്. നാളെ ശ്രീജുൻ യെസ് ശ്രീതുടെ അർജുൻ്റെയും ശ്രീതുടെയും പ്രോജക്ട്സ്, ലേറ്റസ്റ്റ് പ്രോജക്റ്റ് ഉണ്ട്. അപ്പം അത് ഉടനെ റിലീസ് ആവാൻ പോവാണ്. അപ്പം ആ പ്രോജക്റ്റിനും ആ എൻറ്റയർ ടീമിനും ഓൾ ദി ബെസ്റ്റ്. അപ്പം അടിപൊളിയായിട്ട് വരട്ടെ ആ പ്രോജക്റ്റും. അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. പിന്നെ നാളെ
യെസ്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാരും പറയൂ. ഞാൻ ഇതിനകത്ത് ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ വെഞ്ചർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പം അതേ ഒരാൾ ചോദിച്ചു എവിടെയാണെന്ന്. ഞാനിവിടെ ഷൂട്ടിനും എൻ്റെ പ്രോജക്റ്റ് ഷൂട്ട് വന്നായിരുന്നു. സോ ബിഗ് ബോസ് അടിപൊളിയായിരുന്നു. ബിഗ് ബോസ് എൻജോയ് ചെയ്തു. സാധാരണ എപ്പോഴും കാണുന്ന പോലത്തെ റിയാലിറ്റി ഷോ അല്ല. അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് ഐ എം ഗുഡ് സൂപ്പറാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മീ ടൈം എടുത്തു. ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. എൻ്റെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ പ്രോജക്ട്സുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അടുത്ത് തന്നെ ഉണ്ടാവും. സോ എൻ്റെ മീ ടൈം കഴിഞ്ഞിട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ എൻ്റെ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ഇനിയും വരും. അപ്പോൾ എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ തരും. അപ്പോൾ എല്ലാവരും അതിലും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് പറയാനായിരുന്നു വീഡിയോ എടുത്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനി ഇത് ഞാൻ ലൈവ് ഓഫ് ചെയ്യാണ്. എല്ലാവർക്കും 100,000 നന്ദി. താങ്ക് യു സോ മച്ച്. നിന്നില്ലേ? ഓക്കെ, ബൈ എന്നൊക്കെ പറഞ്ഞ് തരുന്നുണ്ട്. One second. ഓക്കെ, നിന്നില്ല ഗൈസ്, ലൈവിന്റെ നിന്നില്ല. എവിടെയായിരുന്നു? ഇതിന്റെ? ചേച്ചി എൻ്റെ നെയിം ഒന്ന് പറയോ? ബിച്ചു. ഹായ് ബിച്ചു. ഹലോ ബിച്ചു. യെസ്, പറയൂ. യെസ്